ക്രഷ് രചന നീലാംബരി, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. അതൊക്കെ എനിക്കറിയാം, പക്ഷെ എന്തോ അഞ്ജലി ആയതുകൊണ്ടാ. ബാക്കി അവൾ പറഞ്ഞില്ല. ഇങ്ങനെയൊന്നും പറയണമെന്ന് കരുതിയതല്ല. പക്ഷേ ഈ നേരം കൊണ്ട് ഒരു പ്രേമിനിയുടെ ഭാവം പൂണ്ടവൾക്ക് എന്തൊക്കെയോ ഇനിയും പറയണമെന്നുണ്ട്. അവന് മാത്രം മനസ്സിലാവുന്ന മധുരമൊഴികൾ. വൈരിയിൽ തികഞ്ഞ സന്തോഷമായിരുന്നു. തന്നെ അവൾ എത്രത്തോളം പ്രണയിക്കുന്നു എന്നതിനുള്ള തെളിവുകളാണ് അവളുടെ നാവിൽ നിന്ന് തന്നെ വീഴുന്നത്. അവൾ ബോധത്തോടെ പറയുന്നല്ലെന്നും താൻ ഇങ്ങനെ ചേർന്നിരിക്കുന്നുകൊണ്ടുള്ള പരവേശം തീർത്ത പ്രണയത്തിൽ നിന്നുമാണ് അവൾ ഇത്രയും തുറന്ന് സംസാരിക്കുന്നതെന്നും അവന് നല്ലപോലെ അറിയാം. വഴക്കൂടാൻ ഇപ്പോൾ ഒരു അവസരം ഇട്ടുകൊടുത്താൽ തന്നെ കാണുന്ന പോലും വെറുപ്പാണെന്ന് വിളിച്ചു പറയാൻ മടിയില്ലാത്തവളാണ് തൻ്റെ അടുത്തിരിക്കുന്നതെന്ന് അവനും അറിയാം. പക്ഷെ ഈ നിമിഷങ്ങളിലെ സുഖം വിട്ടുകളയാൻ അവനൊരുക്കമല്ലായിരുന്നു. ഒരു കമിതാവിനെ പോലെ അവളോട് രഹസ്യം പറയാനും അവളിലെ കാമുകിയെ വാക്കുകൾ കൊണ്ട് തളർത്താനും അവൻ ആഗ്രഹിച്ചു. ഇന്നലെ അവൾ അവനെ കൈനീട്ടി അടിച്ചൊന്നും ഇപ്പൊ അവന്റെ മനസ്സിലേ ഇല്ലായിരുന്നു. അത്രമേലേക എന്ന ഭ്രാന്തിലേക്ക് അവൻ ആഴ്ന്നുപോയി. പെണ്ണിനെ എത്രത്തോളം തളർത്താൻ കഴിയുമോ അത്രത്തോളം തളർത്തി തന്നിലേക്ക് അടുപ്പിക്കണം. അവൾ അറിയാതെ തന്നെ തന്റെ സാമീപ്യത്തിൽ ലയിച്ചു പോകുന്ന കാണണമെന്നൊരു മോഹം അവന്റെ ഉള്ളിൽ നിറഞ്ഞു. ഒരിക്കലും അവളിൽ കണ്ടിട്ടില്ലാത്ത നാണത്തിൽ കുതിർന്ന മൃദുവായ തളർച്ച അവളുടെ മിഴികളിലും ശരീരത്തിലും വിരിയുന്നത് കാണാനുള്ള ആഗ്രഹം അവന്റെ മനസ്സിൽ തീവ്രമായി. ഒരു ചീത്ത കൊതി. നീ ഇങ്ങനെ പിണങ്ങുമ്പോഴാണ് പെണ്ണെ എനിക്ക് മനസ്സിലാവുന്നത് നീ എത്രത്തോളം എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്. എനിക്ക് നിന്നെ എന്ത് ഇഷ്ടമാണെന്നറിയോ ഏക? ഒരുപാട് ഇഷ്ടമാണ്. കൊതിയ എനിക്ക് നിന്നോട്. ഇതിലും ശബ്ദം താഴ്ത്തി ഒരുവന് രഹസ്യം പറയാൻ പറ്റുമോ? കാതിൽ അതരങ്ങൾ മുട്ടിച്ച് പഞ്ചാരവാക്കൾ പറയുന്നവന്റെ കനത്ത ശ്വാസം ഏകയെ ഉടലോടെ തളർത്തി. അവൾ പിടയുന്ന മിഴികൾ ഉയർത്തി ഇരുളിൽ തിളങ്ങുന്ന അവന്റെ കണ്ണുകളിലേക്കൊന്ന് നോക്കി. പറ്റുന്നില്ല. കണ്ടു നിൽക്കാൻ പറ്റാത്തത്രയും വശ്യത. ആ നോട്ടത്തിന്റെ തീവ്രതയിൽ അതേപടി തന്നെ അവൾ മിഴികൾ താഴ്ത്തി കളഞ്ഞു. പോരാ, ഒട്ടും മതിയാവുന്നില്ല അവന്. ഇനിയും വേണമെന്നൊരു തോന്നലാണ് അവന്. അവൻ വീണ്ടും അവളുടെ കാതോരൻ ചുണ്ടുകൾ അടുപ്പിച്ചു. ഇവിടെ നോക്കിയേക്ക, നിനക്കിഷ്ടമില്ലാത്ത ഈ കാഴ്ച പോലും നിനക്ക് എന്നോടുള്ള അവകാശമല്ലേ? പിന്നെന്തിനാ തുറന്നു പറയാൻ മടി? ഇത്തവണ അവളുടെ ആ കാതിൽ മുഖമൊന്ന് ഉരുമ്മി മാറി. വൈരിൻ ആരെങ്കിലും കാണും, നമ്മളിങ്ങനെ ചേർന്നിരിക്കാൻ പാടില്ല. വല്ലാതെ പിടഞ്ഞുകൊണ്ടുള്ള വാക്കുകൾ പെറുക്കി കൂട്ടാൻ അവൾ നന്നേ പ്രയാസപ്പെട്ടു. അരക്കെട്ടിലൂടെ ഒരിക്കൽ കൂടി അവന്റെ കൈ ചുറ്റി വരിഞ്ഞ് അവളെ അവൻ കൂടുതൽ അടുപ്പിച്ചുകൊണ്ട് ഒന്ന് ചുറ്റിലും കണ്ണു വായിച്ചു. ആരെയും കൂസാത്തവനാണ്. എന്നാൽ ഇപ്പോൾ നാടകീയമായി അവൻ തിരിഞ്ഞും പിരിഞ്ഞുമൊക്കെ നോക്കി ആരും കാണുന്നില്ലെന്ന് ഉറപ്പുവരുത്തുകയാണ്. ആ പ്രവൃത്തിയിലും ഹരം പിടിച്ചു അവന്. പിന്നെ അവളിലേക്ക് മുഖം അടുപ്പിച്ചു. കണ്ടാലെന്താ? അളിതൻ ആര് കാണാനാ? ആരും കാണില്ല. അവൻ നേർത്ത സ്വരത്തിൽ പറഞ്ഞു. പറ, എന്നെ ഇഷ്ടമാണെന്ന് പറയേക. ആ വാക്കുകൾ അവളുടെ കാതരികൾ മൃദുവായി അലിഞ്ഞു. ഒപ്പം അവന്റെ അതരങ്ങൾ അവളുടെ കവിളിൽ ഉരഞ്ഞു നീങ്ങി. ഏക തന്റെ കണ്ണുകൾ മുറുക്കെ അടച്ചു പിടിച്ചു. നാണം കവിളുകളിൽ ചുവപ്പായി പടരുമ്പോൾ ഹൃദയമിടിപ്പ് അവൾക്ക് തന്നെ വ്യക്തമായി കേൾക്കാമായിരുന്നു. കവിളിൽ അതരങ്ങൾ ചേർത്ത് വച്ചവൻ അടക്കാനാവാത്ത വികാരത്തോടെ പറഞ്ഞുകൊണ്ട് ഒന്ന് നേർമയായി കടിച്ചെടുത്തതും അവളുടെ ശ്വാസം അറിയാതെ ഒന്ന് വിറച്ചു. പിടഞ്ഞുയർന്നു അവൾ. ഇഷ്ടോ, എനിക്കിഷ്ടോ. ഞാൻ എത്ര തവണ പറഞ്ഞു അത്? പിടച്ചുകൊണ്ട് പറയുന്നവരുടെ കവിളിൽ മുഖമൊരുസി വൈരിനൊന്ന് പുഞ്ചിരിച്ചു. പറയിപ്പിച്ചു. കേൾക്കാൻ കൊതിച്ചത് അവൾ പോലും അറിയാതെ അവളെ കൊണ്ട് തന്നെ അവൻ പറയിപ്പിച്ചു. സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ അസൂയയും സ്നേഹവും ഒരുമിച്ച് കലർന്നൊരു നിമിഷത്തിലൂടെ ഏക കടന്നു പോവുകയായിരുന്നു. സ്ക്രീനിൽ അഞ്ജലി അവന്റെ അടുത്ത് നിൽക്കുമ്പോഴും ഏകയുടെ മനസ്സിൽ അവൾ ഉറപ്പിക്കുകയായിരുന്നു, ഇവിടെ ഈ സോഫയിൽ അവന്റെ അടുത്തിരിക്കുന്നത് താൻ തന്നെയാണെന്ന്. അവൻ കാണുന്ന സിനിമയ്ക്കുള്ളിലെ പ്രണയമല്ല, മറിച്ച് അവരുടെ സ്വന്തം പ്രണയമാണ് ആ ഇരുട്ടിൽ കൂടുതൽ തെളിഞ്ഞത്. അതെ, സ്ക്രീനിൽ ഞാൻ എന്ത് ചെയ്താലും ഇവിടെ ഇരിക്കുന്ന ഞാൻ നിനക്കുള്ളതാണേക. രഹസ്യമായി പറഞ്ഞ ശേഷം അവളുടെ കാതിന് നാവുകൊണ്ട് തഴുകിയെടുത്തു വൈരിൻ. ഓരോ തവണയും അവന്റെ കാമുകൻ മുന്നേറിക്കൊണ്ടിരുന്നു. ഇടം കൈയാൽ ഇടുപ്പിൽ മുറുകി അവന്റെ കയ്യിൽ പിടിമുറുക്കി, വലം കൈ അവന്റെ കവിളിൽ പൊതിഞ്ഞ് പിടിച്ചുകൊണ്ട് അവളൊന്ന് ഉയർന്നു പോയി. ഇതൊക്കെയാണ് വൈരിൻ എന്ന പുരുഷന്റെ നിയന്ത്രണം തെറ്റിക്കുന്നത്. അവന്റെ ഉള്ളിൽ പെട്ടെന്നൊരാവേശം നാമ്പിട്ടു. പരിസരബോധം നഷ്ടമായ പോലെ അവനവളെ ഘാട്ടമായി പുണർന്നു.
ഏക, ഇവിടെ ഈ നിമിഷത്തിൽ അവൻ്റെ ശ്വാസത്തിൻ്റെ ചൂടിൽ, അവൻ്റെ കൈയുടെ സുരക്ഷയിൽ അവൾ സ്വയം മറന്നു. അവളിൽ അവശേഷിച്ച കുഞ്ഞു പരിഭവം പോലും പതുക്കെ പ്രണയമായി മാറി. ഏതോ ഒരു നിമിഷത്തിൽ അവൻ്റെ നെഞ്ചിൽ അവൾ ചുണ്ടുകൂർപ്പിച്ച് ചുംബിക്കുന്നത് വൈരിൻ വ്യക്തമായി കണ്ടു. ഇപ്പോൾ സ്ക്രീനിൽ നടക്കുന്നത് അഞ്ജലിയുമായിട്ടുള്ള റൊമാൻറ്റിക് സോങ് ആണ്. മാസങ്ങൾക്ക് മുമ്പ് ഈ സോങ് മാത്രം റിലീസായതാണ്. എന്നിട്ട് കൂടി ഏക ഒന്ന് കാണാൻ പോലും ശ്രമിച്ചിട്ടില്ല. പക്ഷെ ആ പാട്ട് വീണ്ടും കേട്ടതും അവൾ മുഖമുയർത്തി സ്ക്രീനിലേക്കൊന്ന് നോക്കി. അഞ്ജലിയുമായിട്ടുള്ള വൈരിന്റെ ഇന്റിമേറ്റ് ബെഡ്റൂം സീനായിരുന്നു ആ സോങ്ങിലുടനീളം. ആ കാഴ്ച കണ്ടതും അവൾ വൈരിനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. കീഴ്ച്ചുണ്ട് പല്ലിൽ കൊടുത്തു വെച്ച് അവൻ ചിരിക്കുന്നത് അവൾക്ക് വ്യക്തമായും കാണാമായിരുന്നു. ഏക മുഖം താഴ്ത്തി വെച്ച് തന്റെ കൈവിരലുകൾ പരസ്പരം പരതിയിരുന്നു. അവൾക്ക് ഇതൊന്നും കാണണ്ട. ഏതുവിധം ഷൂട്ട് ചെയ്തെന്ന് പറഞ്ഞാലും ശരി, അവളുടെ വൈരിനാണ് ആ കിടന്ന് റൊമാൻസിക്കുന്നത്. ഏക, എനിക്ക് ഈ ചുണ്ടുകൾ വേണം. ഈ സോങ് കഴിയും വരെ എടുത്തോട്ടെ ഞാൻ. ഏക. അവളുടെ താടിത്തുമ്പിൽ മുഖം പിടിച്ചുയർത്തി അവളുടെ കണ്ണിലേക്ക് നോക്കി അവൻ പതിയെ പറഞ്ഞു. ആ ഒരൊറ്റ വിളിയിൽ തന്നെ അവൾക്കായി പറയാതെ ബാക്കി വെച്ച 100 കണക്കിന് വികാരങ്ങൾ നിറഞ്ഞിരുന്നു. ഒപ്പം പെരുവിരൽ കൊണ്ട് അവളുടെ കീഴ്ചുണ്ടിനെ ശക്തിയിൽ അമർത്തി തടവി അവൻ. ആദ്യമായി ആ ചുണ്ടിന്റെ മാർദ്ദവും പെരുവിരൽ തൊട്ടറിഞ്ഞു വൈരിൻ. Can I steal a moment to taste those strawberry lips? വശ്യമായി പറഞ്ഞുകൊണ്ട് അവളുടെ മിഴികളിലേക്ക് അവൻ മാറി മാറി നോക്കുന്നതിനൊപ്പം അവളുടെ ശരീരം ദേഹത്തേക്ക് അമർത്തി വെച്ചു വൈരിൻ. തന്റെ മാറിടങ്ങൾ അവന്റെ ഉറച്ച നെഞ്ചിൽ അമർന്നു പോകുന്നത് അവൾ അറിഞ്ഞു. വൈരിൻ, എന്താ ഇത്? ആരെയും കാണും, പ്ലീസ് ഇങ്ങനെയൊന്നും ചെയ്യല്ലേ. പറഞ്ഞു കഴിയും മുന്നേ ആ ചുവടുകളിൽ ചുണ്ട് ചേർത്ത് വെച്ചുകൊണ്ട് തടഞ്ഞ ശേഷം അവളുടെ മിഴികളിലേക്ക് മിഴികൾ നട്ടു അവൻ. നീ ഇങ്ങനെ അടുത്ത് ചേർന്നിരിക്കുമ്പോ, എന്നെ തടയാൻ ഓരോന്ന് പറയുമ്പോ ഞാൻ എന്നെ തന്നെ മറക്കുന്നു ഏക. അത് പറയുമ്പോൾ അവന്റെ മുഖഭാവം മാറിയിരുന്നു. കൂടുതൽ ദയനീയമായി അവളുടെ ശരീരം വിറകൊള്ളുന്നതും അവന്റെ ശ്വാസം കനക്കുന്നതും ഇരുവരും പരസ്പരം അറിയുന്നുണ്ടായിരുന്നു. അവന്റെ വലത് കൈ അവളുടെ മുഖത്തെ മൃദുവായി ചേർത്ത് പിടിച്ചു. ഏക കണ്ണുകൾ അടച്ച നിമിഷം വൈരിൻ അവളുടെ ചുണ്ടുകളിൽ മൃദുവായി ചുംബിച്ചു. അവളുടെ ചുണ്ടുകളുടെ മൃദുത്വം അവനിൽ മാറ്റമുണ്ടാക്കിക്കൊണ്ടിരുന്നു. ഇരുവിതളുകളെയും പിന്നീട് അവൻ മാറി മാറി നുണഞ്ഞു. അവളുടെ കൈകൾ അവന്റെ വയറിന് ഇരുവശങ്ങളിലായി മുറുകി. തിരിച്ച് ചുംബിക്കാൻ കഴിയാത്ത വിധം അവൾ അവന്റെ ചുംബന ചൂടിൽ അത്രമേൽ അലിഞ്ഞു പോയിരുന്നു. ചുണ്ടുകളെ നാവാൽ വിടർത്തി എടുത്തുകൊണ്ട് എന്തോ തേടി അലയുന്ന പോലെ അവന്റെ നാവ് വായ്ക്കുള്ളിലേക്ക് കടക്കുമ്പോൾ അവളിൽ നിന്ന് കേൾക്കുന്ന മൂളലുകൾ അവനെ ചൂട് പിടിപ്പിച്ചു. അത്രമേൽ ആവേശത്തോടെ നാവിനെ ചുഴറ്റി വലിച്ചു നുകർന്നു അവൻ. പെണ്ണിന്റെ നാവിൻ തുമ്പിലെ മാദകതയും ഉമിനീരിന്റെ സ്വാദും അവന്റെ സിരകളിലൂടെ ഒരേപോലെ പടർന്നൊഴുകി. ഒരു നുഴഞ്ഞു കയറ്റക്കാരനെ പോലെ ഷർട്ടിനടിയിലൂടെ ഉള്ളിലേക്ക് അവന്റെ വലതുകരം അരിച്ചു കയറിയതും അവൾ പുളഞ്ഞുകൊണ്ട് ആ കൈ തടയാൻ ശ്രമിച്ചു. അപ്പോഴേക്കും മണിവയറിൽ പരതി നടന്ന വിരലുകൾ അവളുടെ നാഭിച്ചുഴിയിലേക്ക് ആഴത്തിൽ തുളച്ച് കയറ്റി വൈരിൻ. അവന്റെ ചുണ്ടിൽ നിന്നും ചുണ്ടുകൾ പറിച്ചെടുക്കും പോലെ വേർതിരിച്ചെടുത്ത ശേഷം ദയനീയ ഭാവത്തിൽ അവനെ നോക്കിക്കൊണ്ട് വൈരിന്റെ കൈ പിടിച്ച് തടഞ്ഞു അവൾ. വേണ്ട വൈരിൻ, കൈയെടുക്ക്. കെഞ്ചി പറയുമ്പോഴും ആ കിട്ടിയ പിടിയെ വിടാൻ അവൻ തയ്യാറല്ലായിരുന്നു. ഒരിക്കൽ കൂടി അവളെ ചേർത്തു പിടിച്ചുകൊണ്ട് അവളുടെ കണ്ണിലേക്ക് നോക്കി നാഭിച്ചുഴിയുടെ ആഴമളന്നു വൈരിൻ. എനിക്ക് വേണമേക, നീ എന്റെയാ, എന്റെ മാത്രം. അത്രമേൽ പതിഞ്ഞ സ്വരത്തിൽ അവൻ പറഞ്ഞ ആ വാക്കുകൾ ഏകയുടെ ഹൃദയത്തിൽ വന്ന് തട്ടി. അവളെ നോക്കി നിന്ന അവന്റെ മിഴികളിൽ നിയന്ത്രിക്കാൻ പാടുപെടുന്ന വികാരങ്ങളുടെ കൊടുങ്കാറ്റ് അവൾ കണ്ടു. തൊടുന്നിടമൊക്കെ ചുട്ടുപൊള്ളും പോലെ ആ കുഞ്ഞു ചുഴിയുടെ ആഴങ്ങളിൽ ഒറ്റ വിരൽ കൊണ്ട് വൃത്തം വരച്ചു വൈരിൻ. കണ്ണുകൾ കൂമ്പി അടയുന്നതും അവളുടെ ചുടികൾ വിടർന്നു വരുന്നതും അവൻ അത്രമേൽ കൊതിയോടെ നോക്കിയ നിമിഷമാണ് അവളുടെ ലൈറ്റുകൾ തെളിഞ്ഞത്. ഇന്റർവെൽ ടൈമാണ്.
ആൾ തന്റെ പിടിയിൽ നിന്നും വേഗത്തിൽ കുതിരിമാറി നേരെയിരുന്നു. ഒരു കള്ളച്ചിരിയോട് അവൻ ഹൂടി തലയിലൂടെ പിടിച്ചിട്ട ശേഷം മാസ്ക് മുഖത്ത് വെച്ച് അവളിൽ തന്നെ മിഴികൾ ഉറപ്പിച്ചിരുന്നു. ഏകയുടെ മുഖം ചുമന്ന് തുടുത്തിട്ടുണ്ട്. ചുണ്ടുകൾ കൂടുതൽ വിങ്ങി ചുമന്ന പോലെ. അവന് നോട്ടം താങ്ങാനാവാതെ അവൾ പരവേശപ്പെട്ടു പോയി. പെട്ടെന്നാണ് അവളെ കണ്ടെത്തിയ പോലെ വാമിക ഓടി വന്നു. രക്ഷപ്പെട്ട പോലെ ഏക ചാടി എഴുന്നേറ്റു. ഏക, എനിക്ക് വാഷ്റൂം പോണം, വന്നേ. ഏകയുടെ കയ്യിൽ പിടിച്ചു വലിക്കുകയാണ് വാമിക. ഏക മുഖം തിരിച്ച് വൈര്യനെ നോക്കി. ഒരു കണ്ണിറുക്കി കാട്ടി പാന്റിന്റെ പോക്കറ്റിൽ നിന്ന് മൊബൈൽ എടുത്തു വൈര്യൻ. ഇരുവരും പോകുന്നത് നോക്കി അവൻ സോഫയിൽ ചാരിയിരുന്നുകൊണ്ട് കണ്ണുകൾ മുറുക്കി അടച്ച് തുറന്നു. ശേഷം ഫോൺ കയ്യിലെടുത്ത് അവരെ നോക്കിക്കൊള്ളാൻ ഡേവിഡിനോട് വിളിച്ചു പറയുകയും ചെയ്തു. 2 ഗാർഡ്സിനൊപ്പം അകത്തേക്ക് കയറി വരുന്നവരെ തെല്ലൊരു സംശയരൂപേണ നോക്കി നിന്നുപോയി ജാനകി വർമ്മ. ആരെയും മുമ്പ് കണ്ടതായി ഓർക്കുന്നില്ല. ഒരു സ്ത്രീയും 2 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയുമാണ് മുന്നിൽ നിൽക്കുന്നത്. സംശയവും പുഞ്ചിരിയും ഇടകലർത്തി ജാനകി നോക്കി നിൽക്കുകയാണ്. എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. ആരെ കാണാനാവോ വന്ന്? ഇവിടുത്തെ ആരെങ്കിലും അന്വേഷിച്ച് വന്നതാണോ? അതോ ഒരു ഉത്തരം സഹായം വല്ലതും ചെയ്യാന്ന് പറഞ്ഞവരോ മറ്റോ ആണോ? ക്ഷമിക്കണം, എനിക്ക് മനസ്സിലാവാഞ്ഞിട്ട് ചോദിച്ചതാ. കോട്ടത്തിലെ മുതിർന്ന സ്ത്രീയോട് ജാനകി സംശയരൂപയാണ് ഞാൻ ചോദിക്കുന്നത്. പക്ഷേ ആദ്യം എന്തു പറഞ്ഞ് കാര്യം അവതരിപ്പിക്കണമെന്ന ആശയക്കുഴപ്പത്തിലാണ് രാധാമണി. വിദ്യയും വൈഷവും ആകെ കിളിപോയി നിൽക്കുകയാണ്. മാൻഷനും പരിസരമൊക്കെ കണ്ട് രണ്ടിനെയും ബൾബ് ഫ്യൂസായി. എന്നാൽ വിവേക് മാത്രം ദുഃഖം തളം കിട്ടിയ മുഖവുമായി നിൽപ്പാണ്. തന്റെ കൊച്ചേച്ചിയുടെ അമ്മയുടെ വീടാണ് ഈ വലിയ കൊട്ടാരം. കൊച്ചേച്ചിക്ക് പകരമായി വിദ്യ ചേച്ചിയെ കെട്ടിയൊരുക്കി വന്നിരിക്കുകയാണ്. തന്നോട് വായ തുറന്ന് പോകരുതെന്നാണ് പറഞ്ഞേക്കുന്നത്. വല്ലതും പുറത്തു പറഞ്ഞ എല്ലാവർക്കും വിഷം നൽകി താനും ചാവുമെന്നാണ് അമ്മയുടെ ഭീഷണി. വിവേക് രാധാമണിയെ നോക്കി. പക്ഷേ തനിക്ക് കാണേണ്ടത് ആ ഒരു വ്യക്തിയാണ്, ഇവിടുത്തെ സിനിമാ നടൻ വൈര്യൻ രുദ്രദേവ് വർമ്മയെ. വലിയ ചെവി വാങ്ങഴിക്കാൻ പോകുന്ന ആ മനുഷ്യനെ നേരിൽ കണ്ടിട്ട് വേണം തനിക്ക് രഹസ്യമായ അയാളോട് ഈ ചതിയെക്കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കാൻ. പക്ഷെ അതിനു മുമ്പ് എടുത്തിയാടാൻ പാടില്ല. അമ്മയ്ക്കും ചേച്ചിയും കൂടെ വന്നേക്കുന്ന എൻ്റെ പുതിയ അച്ഛനും ഒക്കെ പറയാനുള്ളത് മൊത്തം ആരുടെ പറയട്ടെ. വിവേക് പുറപ്പെടുമ്പോഴേ മനസ്സിലുറപ്പിച്ച തീരുമാനമായിരുന്നു ഇത്. ജാനകി വർമ്മയ്ക്ക് പുറമെ പത്മയും രേവതിയും പവിത്രയും പ്രീതയും ഒക്കെ അവിടേക്ക് എത്തിയിരുന്നു. രേവതിക്ക് മനസ്സിൽ ചെറിയൊരു സംശയം മുളപൊട്ടി. ഒരമ്മയും 3 മക്കളും. അവർ പ്രീതയ്ക്കും പത്മജയ്ക്കും പവിത്രക്കും അടുത്തേക്ക് പതിയെ ചേർന്ന് വന്ന് രഹസ്യം പോലെ ചോദിച്ചു. ഇവരിനി രാജലക്ഷ്മിയുടെ വീട്ടുകാരോ മറ്റോ ആയിരിക്കുമോ? അല്ല, കുറച്ച് ദിവസമായി അവർ വരുമെന്ന് ഇവിടെ ഒരു സംസാരം ഉണ്ടായിരുന്നല്ലോ. ആ നിൽക്കണ പെൺപിള്ളേരുടെ ഒരാൾ രാജിയുടെ മകളാണ്, ഒരെണ്ണം ചെറുതാ. അങ്ങനെയാണെങ്കിൽ മറ്റേ പെണ്ണാവാനാണ് സാധ്യത. വിദ്യയെ നോക്കി തന്നെയാണ് രേവതി പറയുന്നത്. അത് കേട്ട് മൂവരും ഞെട്ടലോടെ വിദ്യയെ തുറിച്ചു നോക്കി. കാണാൻ തിരക്കിടില്ല. തങ്ങളുടെ മക്കളെ പോലെയൊക്കെ തന്നെയാണ് കാഴ്ചയിൽ. പോരാത്തതിന് അത്യാവശ്യം മോഡേണാണ്. മുടിയൊക്കെ സ്മൂത്ത്നിങ് ചെയ്ത് ഭംഗിയിൽ അഴിച്ചിട്ടേക്കുകയാണ്. കൂടെ നിൽക്കുന്ന ചെറിയ കുട്ടിയും കാണാൻ ഭംഗിയുള്ളവൾ തന്നെയാണ്. പയ്യനും അങ്ങനെ തന്നെയാണ്. പവിത്രേച്ചി, പ്രീതേച്ചി, നിങ്ങൾ ശ്രദ്ധിച്ചോ? ആ 3 പിള്ളേരും കാണാൻ ഒരുപോലെ ഇല്ലേ? കണ്ടിട്ട് ഒരു അച്ഛനമ്മ മക്കളെ പോലെ തോന്നില്ലേ? അപ്പൊ പിന്നെ ഈ വന്ന രാജിയുടെ വീട്ടുകാരാവില്ല. പത്മ പറഞ്ഞു. ബാക്കി 3 പേർക്ക് അത് ശരിയാണെന്ന് തോന്നി. അപ്പോഴാണ് ഒരു ബാഗും തൂക്കി അരവിന്ദും പുരുഷോത്തമൻ അവിടേക്ക് വന്നത്. അതീ വിനയത്തിൽ പുരുഷോത്തമൻ ആരോടോ ഫോണിൽ സംസാരിക്കുകയാണ്. ശരി സാർ, പറയാം. ഞാൻ കണ്ടു, സാറിന്റെ അമ്മയാണെന്ന് തോന്നുന്നു. ഇവിടെ കുറച്ചധികം പേര് നിൽക്കുന്നുണ്ട്. ഓ സാറില്ല, ഞാൻ പറഞ്ഞോളാം. ശരി സാർ. പുരുഷോത്തമൻ ഫോൺ കട്ട് ചെയ്ത ശേഷം പതിയെ ജാനകി വർമ്മയുടെ അടുത്തേക്ക് വന്നു നിന്നു. രുദ്രൻ സാറിന്റെ അമ്മയാണല്ലേ? അതെ, ഞാൻ തന്നെയാ. ആരാ? എനിക്കങ്ങോട്ട് മനസ്സിലായില്ല. ഒന്നും അങ്ങോട്ട് വ്യക്തമാവാത്ത വിധം സംശയപാത്രത്തിൽ അവർ ചോദിക്കുമ്പോൾ കേൾക്കാനുള്ള ആകാംക്ഷയോടെ തന്നെ ബാക്കിയുള്ളവർ അവരുടെ ചുറ്റിനും കൂടി. ഞാൻ പുരുഷോത്തമൻ. രുദ്രൻ സാറിനെ ഞാൻ വിളിച്ചിരുന്നു. എന്നെ ഇവിടേക്ക് പറഞ്ഞയച്ച വിശ്വനാഥരാ, അറിയാലോ, ഇവിടുത്തെ രാജലക്ഷ്മിയുടെ ഭർത്താവ്. മകളെയും കൊണ്ട് ഇവിടേക്ക് വരാനിരിക്കുമ്പോഴാ അദ്ദേഹത്തിന് പെട്ടെന്ന് വയ്യാണ്ടായത്. പറഞ്ഞിട്ട് കാര്യമില്ല, കുടിച്ചു 2 കരളും പോയി. ഇപ്പോൾ വലിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞ് കിടപ്പാ. ഒന്നും പറയാറായിട്ടില്ലെന്നാണ് ഡോക്ടർ പറയുന്നത്. ബോധം ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ കയ്യിലെടുത്ത രുദ്ര സാറിന്റെ വിസിറ്റിംഗ് കാർഡ് തന്നിട്ട് അവൻ പറയുക. അയാൾ ശബ്ദത്തിൽ ഇടർച്ച വരുത്തി തീർത്തുകൊണ്ട് കണ്ണുകൾ അമർത്തി ശേഷം വീണ്ടും തുടർന്നു. രാജിയുടെ മകളെ അവിടെ അമ്മയുടെ വീട്ടിലെത്തിക്കണമെന്നും ഭാര്യയും മക്കളെയും പൊന്നുപോലെ നോക്കണമെന്നും അവൻ എന്നോട് അങ്ങനെയാ പറഞ്ഞ്. പാവം, മരണം മുൻകൂട്ടി കണ്ടു കാണും. അതവൻ അങ്ങനെയൊക്കെ പറഞ്ഞ്. അല്ലെങ്കിൽ അവൻ എന്നോട് ശത്രുത വരേണ്ടതല്ലേ? കാരണം അവൻ്റെ 2ാം ഭാര്യയുടെ ആദ്യ ഭർത്താവ് ഞാനാ. എന്നോട് പോലും അവൻ പുറത്തു തന്നു. രാജിയുടെ മോളെ കൂടി നോക്കാനുള്ള ഞാൻ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ലല്ലോ. മരണക്കിടക്കി കിടക്കുന്ന ഒരു അച്ഛൻ്റെ അവസാനത്തെ ആഗ്രഹമല്ലേ ആദ്യ ബന്ധത്തിലുണ്ടായ മകൾ അവളുടെ അമ്മയുടെ കുടുംബത്തിനെ എത്തിക്കണമെന്ന്. അതേ ഞാനും ചെയ്തുള്ളൂ. അയാളുടെ കരച്ചിൽ കാണേ ജാനകി വർമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. ബാക്കിയുള്ള സ്ത്രീകൾ ഇതെല്ലാം കേട്ട് അവിടെ തറഞ്ഞു നിൽക്കുകയാണ്. രാധാമണിക്ക് തന്റെ പഴയ കെട്ടിയവന്റെ അഭിനയം നന്നായി ബോധിച്ചു. ഇതിലേതാ എൻ്റെ കുട്ടി? എൻ്റെ രാജിയുടെ കുട്ടി?
വിറയാർന്ന കൈകൾ നീട്ടി മെല്ലെ നടന്നുകൊണ്ട് ആള് രാധാമണിയുടെ ഒപ്പം നിൽക്കുന്ന ഐശുവിനെയും വിദ്യയും മാറി മാറി നോക്കി അടുത്തേക്ക് ചെന്നു. രാധാമണി വിദ്യക്ക് അടുത്ത വിദ്യ പഠിപ്പിച്ചു കൊടുക്കും മുമ്പ് തന്നെ വിദ്യമോൾ അവരുടെ കാലിൽ തൊട്ട് തൊഴുതു. അമ്മമ്മ ഞാനാ രാജ അല്ല അമ്മമ്മയുടെ രാജിയുടെ മകള്. വിദ്യയുടെ കണ്ണുകൾ നിറഞ്ഞു തൂവുന്നതാണ്. രാധാമണി പോലും ഞെട്ടിത്തെരിച്ചിന്ന് പോയി. രാധാമണി ഐശു നോക്കിയായിരുന്നു കയ്യിൽ വല്ല ക്ലിസറിനോ ഉള്ളി കഷ്ടമോ ഒറ്റ വിദ്യ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന്. തന്റെ മകളെ ഇനി അഭിനയം പഠിപ്പിച്ച് കൂടുതൽ ബുദ്ധിമുട്ടേണ്ടി വരില്ലെന്ന് രാധാമണിക്ക് മനസ്സിലായി. കാരണം ഈ വലിയ വീട് കണ്ടപ്പോഴേ വിദ്യ ഫ്ലാറ്റാ. ഇനി സിനിമാ താരം കൂടി നേരിട്ട് കാണുമ്പോൾ വിദ്യ ഇവിടെ മരിച്ചു വീഴും. ദേവികയും കൂടി ഒരു ഷോപ്പിങ്ങിന് പോയതാണ് രുദ്രദേവ് വർമ്മ. അപ്പോഴാണ് പുരുഷോത്തമന്റെ ഫോൺ കോൾ അയാൾക്ക് വരുന്നത്. കാര്യമറിഞ്ഞതും ഇരുവർക്കും വെപ്രാളമായിരുന്നു മാൻഷനിലെത്താൻ. രാജിയുടെ മകളിൽ നിന്ന് കേട്ടതും ദേവികക്കായിരുന്നു അവളെ കാണാൻ തിടുക്കം. തന്റെ പ്രിയ കൂട്ടുകാരിയുടെ മകളെ ഒരു നോക്ക് കാണാൻ അവർ അത്രയ്ക്ക് കൊതിച്ചു. ഇത്രയും കാലം ഒറ്റപ്പെടുത്തിയതിനെ എങ്ങനെ മാപ്പ് പറയണമെന്ന് ഓർത്തായിരുന്നു അവർ കണ്ണു നിറച്ചത്. ചേറിപ്പാഞ്ഞു വന്ന രുദ്രദേവിന്റെ കാർ മാൻഷനിലെത്തുമ്പോൾ പുറകെ തന്നെ അത്രയും വേഗത്തിൽ മറ്റൊരു കാറും കയറ്റി കടന്നിരുന്നു. അതിനുള്ളിൽ വലിഞ്ഞു മുറിയ മുഖവുമായി രാജഗോപാലും മധുവും ഉണ്ടായിരുന്നു. തങ്ങൾ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി ഒതുക്കി വെച്ചിരുന്ന കുടുംബമാണ് ഇപ്പോൾ മാൻഷനിൽ വന്ന് നിൽക്കുന്നത്. അതീവ ടെൻഷനോടെ പ്രീത വിളിച്ച് മധുവിനോട് കാര്യങ്ങൾ പറയുമ്പോഴാണ് ഇരുവരും കാര്യമറിയുന്നത്. RV ഗ്രൂപ്പിന്റെ ഓഫീസിൽ നിന്ന് അന്നേരം പുറപ്പെട്ടതാണ് ഇരുവരും. ഉച്ചയ്ക്ക് എപ്പോഴോ കിടന്നുറങ്ങിയതാണ് ദേവൻ. രേവതി കുലുക്കി വിളിച്ച് കാര്യം പറയുമ്പോഴാണ് അയാളും വിവരമറിയുന്നത്. ആ ഉറക്കച്ചടവോടെ തന്നെ അയാൾ വേഗത്തിൽ ഹാളിലേക്ക് എത്തിയിരുന്നു. മധുവും രാജഗോപാൽ ഒഴികെ മറ്റെല്ലാവരും ഒരുമിച്ച് തന്നെ പുരുഷോത്തമനെയും കുടുംബത്തെയും പൊതിഞ്ഞു. ഇന്റർവെൽ സമയം കഴിഞ്ഞതിന് ശേഷം ഏകയിരുന്ന് വാമികയുടെ അടുത്തായിരുന്നു. അതിന്റെ പരിഭവം വൈനിന്റെ മുഖത്ത് കാണാനുമുണ്ട്. ഏക വീണ്ടും ഒന്ന് അടുത്തിട്ട് കഴിഞ്ഞാൽ സിനിമയുടെ ക്ലൈമാക്സിനൊപ്പം തന്റെ റൊമാൻസ് കൂടി തർക്കാമെന്ന് വിചാരിച്ചിരുന്നവന് 8ന്റെ പണിയാണ് വാമിക കൊടുത്തത്. സിനിമ തീർന്നു എല്ലാവരും കൈയടിച്ചു. VIP മാത്രം ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ വലിയ ആരവങ്ങളോ ആർപ്പുവിളികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല അവിടെ. സിനിമ കഴിഞ്ഞതും വാമിക ഓടിച്ചെന്ന് വൈരിനെ കെട്ടിപ്പിടിച്ചു. അഞ്ജലിക്ക് നേരെയും കൂടെ ഉണ്ടായിരുന്നവർ അഭിനന്ദനങ്ങൾ അറിയിച്ചു. അപ്പോഴാണ് തങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നത് ആക്ടർ വൈരിന്റെ ഫാമിലി ആയിരുന്നു എന്നുള്ളത് സിനിമ കാണാനെത്തിയ VIP ഫാമിലികളും അറിയുന്നത്. തിയേറ്ററിൽ വെച്ച് തന്നെ ആ ഒരു സെൽഫി മറ്റെടുത്ത ശേഷമാണ് എല്ലാവരും പുറത്തേക്ക് പോയത്. ഗാർഡ്സിനൊപ്പം ഓരോരുത്തരായി പുറത്തേക്ക് നടക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ ഇറങ്ങാൻ നിന്ന വൈരിൻ ഏക കൂടി അവിടെ തടഞ്ഞു നിർത്തി. തിയേറ്ററിൽ വെളിച്ചമുണ്ടായിരുന്നുകൊണ്ട് തന്നെ ഏകക്ക് വല്ലാത്ത പരവേശമായിരുന്നു. അവിടെ നിൽക്കടി, നീ എന്നെ പറ്റിച്ചല്ലേ? വീട്ടിലേക്ക് തന്നെയല്ലേ നീ വരുന്നത്? കാണിച്ചു തരാൻ നിന്നെ. ഒരു കള്ളച്ചിരിയോടെ മുഖത്ത് പരിഭവം നിറച്ച് അവൻ പറയുമ്പോൾ ആൾക്ക് അവനെ നോക്കാൻ പോലും കഴിയാത്ത അത്രയും ചമ്മലായിരുന്നു. എന്താണെന്നറിയില്ല, ഗൗരവത്തിന്റെ മൂടോടെ പണിഞ്ഞ് താൻ നിറഞ്ഞാടിയ വേഷമൊക്കെ ആരോ പിച്ച് ചീന്തി കളഞ്ഞ പോലെയാണ് അവൾക്ക് തോന്നിയത്. പഴയതിൽ നിന്നും 10 മടങ്ങ് പ്രണയം അവനോട് ഉള്ളിൽ നിറഞ്ഞ പോലെ. ഒരു സെന്റിമെന്റ്സിന്റെ പേരിലും ഇനി വിട്ടുകളില്ലെന്നൊരു തീരുമാനം അവൾ ഉള്ളിൽ ഉറപ്പിച്ചു. ആ നിമിഷം അത്രയധികം സന്തോഷത്തിലാണ് ഏക അവനൊപ്പം പുറത്തേക്ക് നടന്ന്. അവന്റെ മുഖത്ത് നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു. ഏക, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. നമ്മുടെ പഴയ ഫ്ലാഷ് ബാക്കിനെ കുറിച്ച്. ഐ നീഡ് ടു നോ വാട്ട് റിയലി ഹാപ്പൻഡ്. ഓക്കെ? അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ വിളിക്കുമ്പോൾ സ്റ്റെയറിൽ മുകളിലേക്ക് വരണം. ഡോണ്ട് വറി, ഞാൻ അവിടെ ഉണ്ടാവും. നമുക്ക് ടെറസിൽ പോയി കുറച്ച് നേരം സംസാരിക്കാം. ആരും ശല്യപ്പെടുത്തില്ല. പിന്നെ ഒരു കാര്യം, ഞാൻ വല്ലതും ചെയ്യുമെന്ന് പിടിച്ച് വരാതിരിക്കരുത്. ട്രസ്റ്റ് മീ, ഞാൻ നിന്നെ ഒരു തരത്തിൽ അൺകംഫർട്ടബിൾ ആക്കില്ല. ജസ്റ്റ് വാണ്ട് ടു ടോക്ക്, അത്രമാത്രം. അടക്കി പിടിച്ച് പറയുന്നവനിൽ ഒരിക്കൽ കൂടി അവൾ ഒരു കാമുകനെ കണ്ടു. 90കളുടെ അവസാനം എപ്പോഴോ അന്യം നിന്നുപോയ തനിക്ക് കേട്ടുകേൾവി മാത്രമുള്ള ഒളിച്ചുകളി പ്രണയം ഇതാണോ എന്ന് പോലും അവൾ ചിന്തിച്ചു. മാസ്ക് മുഖത്ത് വയ്ക്കുമ്പോഴും ഹൂടി തലയിലൂടെ ഇടുമ്പോഴും അവനവളെ കെഞ്ചു പോലെ നോക്കി. പ്ലീസ് വരണേ വേണ്ടേ, ഞാൻ കാത്തിരിക്കും. ഫോൺ സ്വിച്ച് ഓഫ് എങ്ങാനും ചെയ്തു വെച്ച് കിടന്നുറങ്ങിയുണ്ടല്ലോ, മുറിയിൽ കയറി വന്ന് റേപ്പ് ചെയ്യുന്നതന്നെയാണ്. അവസാന വാചകം പറഞ്ഞ് തിയേറ്ററിൽ പുറത്തേക്ക് ഇറങ്ങിയവൻ വേഗത്തിൽ ഗാർഡ്സിനിടയിലേക്ക് കയറുമ്പോൾ ഏകയും തിരിഞ്ഞു നോക്കി. നേരത്തെ അവൻ പറഞ്ഞേൽപ്പിച്ചുകൊണ്ട് തന്നെ ഡേവിഡ് അവൾക്കൊപ്പം ഉണ്ടായിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.